സിബി മലയിൽ ഇവിടെ സമാഗമത്തിൽ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് പിന്നെ സന്തോഷം. സമാഗമത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ സംവിധായകൻ ശ്രീ സിബി മലയിൽ. അപ്പോൾ സമാഗമത്തിലേക്ക് സ്വാഗതം വീണ്ടും. അതെ. ഇപ്പോൾ മാമുക്ക അറബി മുൻഷിയായിട്ട് മെയിൻ സ്ട്രീം സിനിമയിലേക്ക് ചുവട് വെച്ചത് ദൂരെ ദൂരെ കൊടുവിട്ടാം എന്ന് പറയുന്നതാണ്. അതിൽ മാമുക്കിപ്പോൾ പറയായിരുന്നു, ആദ്യം 1-2 സീൻ മതി ആ ക്യാരക്ടറിന് അത്രേ ഉള്ളൂ. കാരണം അതല്ലെങ്കിൽ വലിയ റോളായിരുന്നെങ്കിൽ അരോമോണി പറയും ആ റോൾ ചെയ്യാനായിട്ട് ബഹദൂർ ഖാനെ വിളിക്കും, അല്ലെങ്കിൽ നൂഹുവിനെ വിളിക്കുന്നതൊക്കെ പറയുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു അത്? ആ സിനിമ കോഴിക്കോട് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞാനും ശ്രീനിയും മാറാണി പോയി താമസിച്ചു. ശ്രീനി അവിടെ ഇരുന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് ലൊക്കേഷനൊക്കെ നോക്കാനായിട്ട് നമുക്ക് കുറച്ചൊരു ഗ്രാമീണമായിട്ടുള്ളൊരു സ്ഥലം വേണം. അപ്പോൾ ശ്രീനിയുടെ സുഹൃത്താണ് അശോകേട്ടൻ, ഡെക്കോർ. അപ്പോൾ അശോകേട്ടനും മാമുക്കയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അശോകേട്ടൻ വഴിയാണ് മാമുക്ക വരുന്നത്. അപ്പോൾ രാവിലെ മാമുക്ക വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരുമിച്ച് ലൊക്കേഷനൊക്കെ നോക്കും. അപ്പോൾ മാമുക്കയുടെ മറ്റ് പശ്ചാത്തലമൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഫറൂഖ് ഭാഗത്തൊക്കെയാണ് പോയി ലൊക്കേഷനൊക്കെ കണ്ട് ലൊക്കേഷൻ തീരുമാനിച്ചു. പിന്നെ ലൊക്കേഷൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സെറ്റ് ഇടണം സ്കൂളിൻ്റെ. അപ്പം മാമുക്കയ്ക്ക് അവിടുത്തെ ഈ തടിയുടെ മേഖലയിലുള്ള മാമുക്കയുടെ പരിചയങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി മാമുക്ക തന്നെയാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം അരമണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുതിരവട്ടം വെപ്പ് നമ്മുടെ പടത്തിൽ വേണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ അത് അവർ തമ്മിൽ അതിന് മുമ്പുണ്ടായൊരു പടത്തിൻ്റെ എന്തോ ഒരു കാര്യത്തിലുണ്ടായ ഒരു സൗന്ദര്യ പണക്കം എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പടം എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മൾ തുടക്കക്കാരനെന്ന നിലയിൽ നമുക്ക് അത്രമാത്രം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എല്ലാം സെറ്റായി നാളെ തുടങ്ങേണ്ട ഒരു ഷൂട്ടിങ് തുടങ്ങേണ്ട കാര്യമാണ്. ഞാൻ ശ്രീനിയുടെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ശ്രീനിയും കുറച്ച് നേരമൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ മാമൂനെ ഇട്ടാലോന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു നമുക്ക് ലൊക്കേഷൻ കാണിക്കാൻ പറ്റുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ അയാൾ നല്ല നടനാണ്, അയാളുടെ സ്റ്റേജിലൊക്കെ കോഴിക്കോടത്തെ സ്റ്റേജിലെ വലിയ നടനാണ്, ധൈര്യമായിട്ട് വെക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ശ്രീനി പറയുമ്പോൾ പിന്നെ എനിക്ക് അതിനെപ്പറ്റി സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് മാമുക്ക. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഷൂട്ടിങ് തുടങ്ങണം. മാമുക്കൊക്കെ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറയുന്നു. ഞാൻ രാവിലെ ലൊക്കേഷനിൽ ചെല്ലുമ്പം സ്കൂളിൻ്റെ അധ്യാപകരും കുട്ടികളൊക്കെ ആയിട്ടുള്ള സീനാണ് തുടങ്ങുന്നത് തന്നെ. ഞാൻ ലൊക്കേഷനിൽ ഇറങ്ങുമ്പോൾ ഒരാൾ ഈ വെളുത്ത മുണ്ടും ഒക്കെ ഇട്ട് തലയിൽ ഇട്ടൊക്കെയായിട്ട് നിൽക്കുന്നത്, വേഷത്തിൽ നിൽക്കുന്നത്. അതോടെ എനിക്ക് പിന്നെ സംശയം ഉണ്ടായില്ല, കാരണം കൃത്യമാള്. അങ്ങനെ അങ്ങ് തുടങ്ങായിരുന്നു അത്. പക്ഷേ മാമുക്കയുടെ നമ്മുടെ കാസ്റ്റിംഗ് ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്യും. ഒറ്റ സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്നു സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് മാമുക്കയും ഈ അറബി മനുഷ്യൻ കയറി എന്നുള്ളതാണ്. ഇപ്പോൾ പോലും അതിനകത്ത് ഈ ഉപ്പുമാവ് എന്നൊക്കെ പറയുന്ന കോമഡികളും എല്ലാം ആൾക്കാരുടെ സജീവമായിട്ട് നിൽക്കുന്നതാണ്. ഒരുപാട് മാമുക്കയുടെ സ്ലാങ് കൊണ്ട് തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ രൂപീകരണത്തിൽ സഹായമായിട്ടുണ്ട്. അപ്പോൾ ദൂരെ കൊടുവിട്ടതിന് ശേഷം രാരീരത്തിൽ അഭിനയിച്ചു. ആ സമയത്ത് തന്നെയാണ് സത്യൻ്റെ സന്മനസ്സിൽ ചെയ്തു, ഗാന്ധിനഗർ ചെയ്തു അല്ലേ. അതിനുശേഷം നാടോടിക്കാൻ ഗഫൂർ കാ ദോസ്ത്. ഒരുപക്ഷെ ഇപ്പോഴും മാമുക്ക അറിയപ്പെടുന്നത് ഗഫൂർ കാ ദോസ്ത് എന്നുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നത് ആ സിനിമയിലേ ഉള്ളൂ, പക്ഷെ അവരെക്കാൾ പേര് എനിക്ക് കിട്ടി. ദാസനും വിജയനേക്കാൾ കൂടുതൽ ഗഫൂർ ഖാൻ. പിന്നെ ആ തുടർച്ചയായിട്ട് പേര് പിന്നെ പരാമർശിക്കുന്നുണ്ടല്ലോ. ഞാനില്ലാത്ത സമയത്തും ഗഫൂർ ഖാൻ എടുത്ത് പറഞ്ഞപ്പം ആ ക്യാരക്ടർക്ക് വല്ലാതെ വലിപ്പം കിട്ടി. മാമുക്ക ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തേക്കും സത്യനോട് തന്നെയാണ്. പിന്നെ സത്യൻ എല്ലാ പടത്തിലും ഉണ്ടാവും, ഒരു ആസ്ഥാന ആർട്ടിസ്റ്റാണ് സത്യൻ. പൊതുവെ അങ്ങനെയുള്ള സത്യനെ സ്ഥിരമായിട്ട് കുറേ ആൾക്കാരെ ഇല്ല. ഇപ്പം ഒടുവിളിയായിട്ടുണ്ടാവും, ലളിത ചേച്ചി, ഇന്നസെൻ്റ് ഏട്ടൻ. അപ്പോൾ സത്യനന്ദിക്കാട് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. അദ്ദേഹം പടത്തിൻ്റെ തിരക്കായതുകൊണ്ട് നേരിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, പക്ഷെ ടെലിഫോണിലുണ്ട്. നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം. സത്യേട്ടാ, ഞങ്ങൾ സമാഗമത്തിലാണ്. ഞാൻ അറിഞ്ഞു. ഞാനിവിടെ മദ്രാസിലായി പോയി കമലെ. അറിയാം, വർക്കിലാണ് അല്ലേ. അപ്പൊ അതിന്റെ അതല്ലെങ്കിൽ മാമുക്കയുടെ പ്രോഗ്രാം, പ്രത്യേകിച്ചും കമല അത് വളരെ എനർജറ്റിക് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വന്നനെ. സത്യേട്ടന്റെ ആസ്ഥാന കലാകാരനാണ്, ആസ്ഥാന നടനാണ് മാമുക്ക. അതെ. ഇവിടെ
ആളുകള് ചോദിക്കുക മാമുക്കോയും ഇന്നസെന്റും ലളിത ചേച്ചി ഉണ്ടല്ലോ, ബാക്കി ആരൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ ലിസ്റ്റ് കൊടുക്കും പ്രൊഡ്യൂസർമാര്, മാമുക്കയുടെ ഇന്നസെന്റിന്റെ പേര് എഴുതുമല്ലോ അല്ലെ ആദ്യം. അതന്നെ ഇവിടെ സിബി ഉണ്ട് കേട്ടാ. ഓ അത് ശരി. സിബി അവിടെ ശരിക്കും മാമുക്കോയെ ഞാൻ പരിചയപ്പെടുന്നത്, എനിക്ക് ഒരു മുൻപരിചയം ഉണ്ടായിരുന്നില്ല മാമുക്ക. കാരണം കോഴിക്കോട്ടെ ഒരു നാടക കലാകാരനായിരുന്നല്ലോ അദ്ദേഹം. അപ്പം എന്റെ അടുത്ത് ശ്രീനിവാസൻ മുത്താരംകുന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ട് ശ്രീനിവാസനെ നേരത്തെ അറിയാം. അശോകേട്ടൻ നിന്നും ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ബന്ധം ശ്രീനിവാസൻ മാമുക്കായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഒരിക്കൽ ഈ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റിന്റെ മോഹൻലാലിന്റെ 2 സുഹൃത്തുക്കൾ വേണം എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, കണ്ടാൽ നിങ്ങൾക്ക് സുഹൃത്ത് ആണെന്ന് ബോധ്യപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഉഗ്രൻ നടനെ ഞാൻ തരാമെന്ന്. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുള്ള ഒരു നടനാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ പുള്ളി പറഞ്ഞു മുത്താരംകുന്നിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. സോറി, മുത്താരംകുന്നല്ല, ദൂരെ. അത് ഷൂട്ടിംഗ് കഴിഞ്ഞ സമയം, അത് റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ആ സമയത്ത് എന്റെ അടുത്ത് ശ്രീനിവാസൻ പറഞ്ഞിട്ട് ആണ് നമുക്ക് എന്നെ കാണാൻ വരുന്നത്. പെട്ടെന്ന് കണ്ടപ്പോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ശ്രീനിവാസൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ. പക്ഷെ നല്ല നടനാണെന്ന് ശ്രീനിവാസൻ പറഞ്ഞ നിലയ്ക്ക് അതിനെന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ലല്ലോ. ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോ എനിക്കിത് മനസ്സിലായി, മാമുക്കോയ എന്റെ ഒരു കുടുംബാംഗമാവാൻ പോവാണ്. കാരണം മലയാളത്തിലെ അനായാസമായ അഭിനയത്തിന്റെ ഏറ്റവും വളരെ നല്ല ഒരു ഉദാഹരണമായി മാറുന്ന നടനാണ് മാമുക്കോയ എന്ന് എനിക്ക് തോന്നി. അത് ആ ബന്ധം ഈ നിമിഷം വരയ്ക്കും അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഞങ്ങളതാ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യൻ ഇപ്പൊ എന്ത് ധൈര്യത്തിലാണ് ഈ പടത്തിൽ മാമുക്കയെ എടുക്കാത്തെ? മാമുക്കോയെ ഞാൻ ഒരു സീനിലാണെങ്കിലും അത് മാമുക്കോയുടെ ഒരു ഇമ്പോർട്ടൻസ് വ്യക്തമാക്കുന്ന രംഗമുണ്ടെങ്കിലാണ് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാൻ. അതായത് വെറുതെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോ മാത്രമല്ല, മാമുക്കോയ ഇല്ലെങ്കിലും ഇത്തവണ ഞാൻ ഓരോ ദിവസവും മാമുക്കോയെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. കാര്യം നായിക അടക്കം പുതിയ അഭിനേതാക്കളാണ് എന്റെ പുതിയ സിനിമയിൽ കൂടുതലുള്ളത്. അവരോട് ഞാൻ പറയും, മാമുക്കയെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. കാരണം സെറ്റിൽ വന്നാൽ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ച് അത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ, എന്ത് തമാശയായാലും കാര്യങ്ങളിൽ മാമുക്കോയ കടക്കാറുള്ളൂ. അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറയാറുള്ളത്, മാമുക്കോയെ കണ്ടുപഠിക്കണം. മോഹൻലാലിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചിട്ടുള്ള നടനാണ് മാമുക്കോയ. പിന്നെ സ്വന്തം അഭിപ്രായങ്ങൾ ആരോടും തുറന്നു പറയാനൊരു മടിയല്ല. അത് രാഷ്ട്രീയമാണെങ്കിൽ പോലും മാമുക്കോയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള ആളാണ്. അത് തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ആക്ട് ചെയ്യുമ്പോൾ അഭിനയിക്കുകയാണോ എന്ന് നമുക്ക് മനസ്സിലാകാത്ത വിധത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനായാസതയുടെ ഏറ്റവും വലിയ ഉദാഹരണം. അങ്ങനെ മാമുക്കോയെ ഇരുത്തി എനിക്ക് കൂടുതൽ പുകഴ്ത്തി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇല്ലാത്ത സമയത്താണ് ഞാൻ കുറെ കൂടി പറഞ്ഞത്. സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ സംസാരിക്കുമ്പോഴേ എല്ലാവർക്കും മാമുക്കോയെ പറ്റി പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ്. അല്ല, പണ്ട് എന്റെ അടുത്ത് പ്രൊഡ്യൂസേഴ്സ് പറയാറുണ്ട്, ഈ ഡേറ്റുകൾ ആരെങ്കിലും ചോദിച്ചു വന്നാൽ സത്യനന്ദിക്കാരന്റെ സിബി മലയിന്റെയും പടം ലിങ്കിൽ വരാന്ന് പറയാറുണ്ട്. ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോ മിസ് ചെയ്യുന്നത് ഈ കാലഘട്ടം തന്നെയാണ്. ഇപ്പൊ ഒടുവിലും മാമുക്കോയൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ക്യാമറയുടെ പുറകിൽ നിൽക്കാൻ ഒരു വലിയ സന്തോഷമാണ്, വലിയ ഹരമാണല്ലോ. നമുക്ക് അത്തരം നടന്മാരും നടികളൊക്കെ കുറഞ്ഞു തുടങ്ങി എന്നുള്ള ഒരു സങ്കടം നമ്മളെല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതാണ്, അല്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ ഞങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത്രയും നമ്മളെല്ലാവരും കടന്നു പോകുന്ന അത്തരം ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഗഫൂർ എന്നുള്ള കഥാപാത്രം കൊണ്ട് ആ സിനിമയെ എത്രത്തോളം ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്. മാമുക്കെന്താ മിണ്ടാത്തൊന്നും? അതെ, ഒന്നും മിണ്ടാത്ത മാമുക്കൊന്നും മിണ്ടുന്നില്ലല്ലോ, കേട്ട് സൂചിച്ചിരിക്കുകയാണല്ലേ? അല്ല, ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് ഇരിക്കുകയാണ്, പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, മലയാള സിനിമയിലെ എതിരഭിപ്രായങ്ങളില്ലാത്ത നടൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ നമുക്ക് ഡയറക്ടേഴ്സിനെ. ഇപ്പൊ ഈ പുതിയ സിനിമയിൽ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ എന്നുള്ള സിനിമ കണ്ട് ഞാൻ ഇറങ്ങി വരുമ്പോ ആ കുഞ്ചാക്കോ ബോബനാണല്ലേ എന്ന് ആസിഫ് ചോദിക്കുന്ന ആ ഡയലോഗിലൂടെ തിയേറ്റർ ഉയർത്തിയ ഒരു പൊട്ടിച്ചിരി എന്ന് പറയുന്നത്, അത് ഞാൻ അവരെ അൻവർ റഷീദിന്റെ അടുത്തും അഞ്ജലിമാന്റെ അടുത്തും അവരിപ്പോ പറഞ്ഞു, അത് ടേക്ക് സമയത്ത് മാമുക്കോയെ തന്നെ പറഞ്ഞാണെന്ന് പറഞ്ഞു. അതെ. അപ്പൊ എന്തായാലും വലിയ സന്തോഷം കമലെ. വളരെ സന്തോഷം സത്യേട്ടാ. തീർച്ചയായിട്ടും പുതിയ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും സന്തോഷം. പുതിയ തീരങ്ങൾ, പുതിയ തീരങ്ങള്. അത് കഴിഞ്ഞ അടുത്ത മാമുക്കോയെ അഭിനയിക്കുന്ന അടുത്ത സിനിമയായിട്ട് ഞാൻ ഉടനെ വരും. ഓ, തീർച്ചയായിട്ടും.
ഓക്കെ 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 താങ്ക് യു. താങ്ക് യു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സത്യമായിട്ടും പറയാനുള്ളത്. കാരണം അത് പുഴത്തലല്ലേ, എന്തിനാ വെറുതെ നമ്മൾ പുഴത്തിൽ എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറഞ്ഞൊന്നും കേട്ടിട്ടല്ല സത്യം പറഞ്ഞത്. അങ്ങനെ എല്ലാം അതിനകത്ത്. അപ്പോൾ ഇപ്പോൾ സത്യേട്ടൻ്റെ ഒരുപാട് സിനിമകളിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പല കഥാപാത്രങ്ങളുണ്ടെങ്കിലും എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഗഫൂർ കാ ദോസ്ത്, അല്ലെങ്കിൽ ഗഫൂർ എന്ന് പറയുന്ന ആ കഥാപാത്രം നാടോടിക്കാറ്റിലെ